സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് 6.6% വളർച്ചാ നിരക്ക്. എന്നാൽ നികുതി വരുമാനത്തിൽ നേരിയ വളർച്ച മാത്രമാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊതുകടവും ഉയർന്നതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കടത്തിന്റെ വളർച്ചാ നിരക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. ആഭ്യന്തര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിലയിലാണെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്ക് 6.6% രേഖപ്പെടുത്തിയതിനൊപ്പം റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറയുകയും ചെയ്തു. കഴിഞ്ഞ തവണ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് 12.97%. അതായത് വളർച്ചാ നിരക്കിന്റെ തോതിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം നിലനിർത്താനായില്ല. 2021-22 കോവിഡിന് ശേഷമുള്ള വീണ്ടെടുപ്പും ഉത്തേജന പാക്കേജുകളുമാണ് അന്നത്തെ ഉയർന്ന വളർച്ചാ നിരക്കിനെ കാരണമായി സൂചിപ്പിക്കുന്നത്. ഇത്തവണ വളർച്ചാ നിരക്കിന്റെ ശതമാനം പകുതിയായി കുറഞ്ഞു. റവന്യൂ കമ്മി 0.88%ആയിട്ടാണ് മാറിയത്. ധനക്കമ്മി 2.44%ആയും കുറഞ്ഞു. റവന്യൂ വരുമാനം 12.48%-ൽ നിന്നും 12.69%-ആയും കൂടി. തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 22.41%ആയിരുന്നത് ഇത്തവണ 23.36 മാറി. ഇതിന് കാരണം GST, വിൽപ്പന നികുതി, വാറ്റ് എന്നിവയിലുണ്ടായ വളർച്ചയാണ്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിന്റെ വളർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറവായിരുന്നുവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കേന്ദ്ര വിഹിതത്തിലെ 4.6%-ന്റെ കുറവും ഉണ്ടായതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വളർച്ചാ നിരക്ക് 10.16%-ൽ നിന്നും 8.19%-ആയും കുറഞ്ഞു. ആകെ പൊതുകടം 2,38,000 കോടിയായും മാറുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.